കറക്റ്റ് പോയി. കറണ്ട് ഇന്നലെ പോയോ? ഇതില് RPA നീലല്ലോ. അപ്പം നമുക്ക് എന്തിനു വിചാരിച്ച് കൊണ്ടുപോയി പട്ടിപ്പണി എടുപ്പിക്കാന്ന് വിചാരിച്ച്. എടാ 2 തവണ പശുവിന്റെ അകിടി പിടിച്ചപ്പം പെട്ടെന്ന് ഇറങ്ങിപ്പോയി. കറണ്ട് പോയി എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടി. ഇത് സംഭവമല്ലേ, നമ്മളൊക്കെ സാധാരണ നിന്റെ കമ്പ്യൂട്ടറിന്റെ ഇതെവിടെ വെച്ചിരിക്കുന്നത് നീ? നമ്മുടെ ഈ എന്തിന്? മറ്റേ എക്സ്റ്റൻഷൻ ബോർഡ് അല്ലെങ്കിൽ 3 പിൻ പ്ലഗ് ഒക്കെ എന്റെ കാലിന്റെ അടുത്തോട്ട്. കാലിന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, പുള്ളിരും കാലിന്റെ അടുത്ത് തന്നെ ഉണ്ട്. എന്തെങ്കിലും അത്യാവശ്യം വന്ന കാലുകൊണ്ടൊരു ഞെക്കാണ്, സ്പോട്ടിൽ കറണ്ട് പോവും, നെറ്റ് പോവും. അത് ശരി, ഇന്നലെ ഒരു ടക്കാന്ന് ഇങ്ങനെ കഴുത്തിങ്ങനെ അതാണ് സംഭവം. കാലെടുത്ത് ഞാൻ എന്റെതൊക്കെ ഇവിടെ അടുത്ത് എനിക്കൊക്കെ ലൈവിന്റെ ഇടയിൽ അലമ്പുണ്ടാക്കി ഓഫ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചരിഞ്ഞാണ് പുള്ളിക്ക് കാലിലാണ് ഇരിക്കുന്നത്. നഖം വെച്ച് ഇങ്ങനെ ചവിട്ടുന്നത് ഇങ്ങനെ ഇരിക്കും, ചിരിച്ചോണ്ടിരുന്നിട്ട് അങ്ങ് ചവിട്ടി ഓഫ് ചെയ്യും. ഇന്നലെ നഖം വെട്ടിയില്ല കേട്ടോ, ഇന്നലെ സോക്കറ്റ് മാറിപ്പോയി. എന്തെങ്കിലും ഒരു ദിവസം അളിയാ മാറി ചിരിച്ചോണ്ടിരിക്കും ലൈവില്. എല്ലാരും വിചാരിക്കും മറ്റെല്ലാം സാധാ ചിരിയാണ്. മറ്റേത് സൗണ്ട് ഇല്ല, ചിരി മാത്രം. സ്ഥിരമുണ്ട്. മറ്റേ കല്ലുരുട്ടൽ തുടങ്ങാം. ഈഗിൾ ബ്രോ കല്ലുരുട്ടി തുടങ്ങിയാലോ? സ്ഥിരം വരാം. ഞാൻ എന്തായാലും ഈ പറയുന്ന കണക്ക് 10-11 മണി വരെ എന്തായാലും ഉണ്ട്. നമുക്ക് ആ ടൈമില് അല്ലെങ്കിൽ വേണ്ട 10-11 മണിയല്ലേ ചില ദിവസങ്ങളിലൊക്കെ നൈസായിട്ട് വാപ്പാരെ തലയിൽ വെച്ചിട്ടാണെങ്കിലും ഞാൻ ഇരിക്കാം, എനിക്ക് കുഴപ്പമില്ല. ഇനിയിപ്പോ കുറച്ച് നാളത്തേക്ക് എന്തായാലും ഉണ്ട് ഈഗിൾ ബ്രോ. നമുക്ക് അളിയ നമ്മളൊരു സംഭവം കളിക്കുവായിരുന്നടാ, അതിന്റെ പേര് പുഷിംഗ് ടുഗദർ. 4 പേര് 4 പേര് അത് കളിച്ച് തീർക്കാം ഈഗിൾ ബ്രോ. എനിക്ക് അതെടുത്ത് വെച്ച് അതിനങ്ങ് കളിച്ച് തീർത്താളേ നമുക്ക്. പീക്കിന്റെ അവന്മാരില്ലേ, അവന്മാര് പുതിയ ഗെയിം കൊണ്ടുവരുന്നുണ്ട്. ഏത്? ഡിയർ പാസഞ്ചേഴ്സ്. അത് കിടിലായിരിക്കും. ഈഗിൾ ബ്രോ പിന്നെ നമ്മള് വേറൊരു ഗെയിം ഇന്നലെ ട്രയൽ ചെയ്ത് കേട്ടോ. ഈഗിൾ ബ്രോയുടെ അടിപൊളിയായിരിക്കും. അതായത് അളിയ ഇതാണ് ഗെയിം കേട്ടാ. 3 കുരങ്ങന്മാര് ചേർന്നിട്ട് ഒരു ബോംബ് ഡിഫ്യൂസ് ചെയ്യണം. കണ്ടാ? ഞാൻ കണ്ണാപ്പിയും ഒരു ഡെമോ കളിച്ചു. അത് ഈഗിൾ ബ്രോയ്ക്ക് പറ്റിയ ഗെയിമാണ് എന്തായാലും. അതായത് അതിലെ കിട്ടിയ ഗെയിമിന്റെ ഇത് ഈഗിൾ ബ്രോയ്ക്ക് പറഞ്ഞാ, കൊരങ്ങനായോണ്ടാണോ ഞാനുണ്ടല്ലോ അടിപൊളി എന്ന് പറഞ്ഞേ. അയ്യോ അതുണ്ടല്ല, കൊരങ്ങായോണ്ട് മാത്രമല്ല, അതില് ഇപ്പൊ ഉദാഹരണത്തിന് അതില് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇത് പൊട്ടൻ, കണ്ണാപ്പി അന്തൻ, ഈഗിൾ ബ്രോ ഊമ മനസ്സിലായ? അന്തനും ഊമൻ എന്നാണ് ഞാൻ പറയാൻ വന്നത്. ഊമൻ, അതായത് പൊട്ടൻ, അന്തൻ, ഊമൻ എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴാണ് മനസ്സിലായത് അതിൽ ഇന്നില്ല. അപ്പൊ വെറും ഊമ. അപ്പൊ നമ്മൾ ഈ 3 കുരങ്ങന്മാരും കൂടെ ചേർന്നിട്ട് ബോംബ് ഡിഫ്യൂസ് ചെയ്യണം. അതായത് ഈഗിൾ ബ്രോയ്ക്ക് സംസാരിക്കാൻ പറ്റൂല. അപ്പൊ ഈഗിൾ ബ്രോ ഇരുന്ന് ആംഗ്യം കാണിക്കണം, ബുക്ക് നോക്കിയിട്ട് ഏതാണ് ഈ ബോംബിന്റെ വയർ കട്ടിയുള്ളത് കാണിക്കണം. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ ഇരിപ്പുണ്ട്, മനസ്സിലായില്ലേ? ഞാൻ പൊട്ടനാണ്, എനിക്ക് ചെവി കേട്ടൂടാ. അപ്പൊ മനസ്സിലായില്ലേ? പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നിട്ട് കണ്ണ് കണ്ടുകൂടാത്ത കണ്ണാപ്പിക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ഈ ഒരു 3 കൂടെ വരുന്നൊരു കോമ്പിനേഷൻ ഉണ്ട്, ഓമ്പോ വിഷയമായിരിക്കും, കോമഡി ആയിരിക്കും. ഒന്നേ ഈഗിൾ ബ്രോ കമ്പ്യൂട്ടർ അടിച്ചു പൊട്ടിക്കും. ഇല്ല ഞാനല്ലേ, കണ്ണാപ്പി സൂപ്പർ പയ്യനാണ് ഈ കേസിലൊക്കെ. പറഞ്ഞ അവൻ അതുപോലെ ചെയ്തിരിക്കും. പൊട്ടിക്കരുതെന്ന് പറഞ്ഞാൽ അവൻ ബോംബ് അണ്ണാക്കി വെച്ച് പൊട്ടിക്കും. അതുകൊണ്ട് അതൊരു വമ്പൻ സെറ്റപ്പ് ആയിരിക്കും ആ ഗെയിം. അല്ലെങ്കിൽ ചന്ദ്രൻ ബാബു അത് സെറ്റ് ആയിരിക്കും. ചന്ദ്രന്റെ കൂടെ ആണെങ്കിലും വിഷയമായിരിക്കും. പിന്നെ അവ ഓൾറെഡി നമ്മൾ ഞാൻ പറഞ്ഞ കേൾക്കത്തില്ല. പിന്നെയാണ് അവര് ജീവിതത്തിൽ ശരിക്കുള്ള റിയൽ ലൈഫിൽ അവൻ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല. പിന്നെയാണ് അവൻ പൊട്ടനായിട്ട് ഇരിക്കുമ്പോ ഞാൻ പറയുന്ന അവൻ കേൾക്കാൻ. ബാബുശേട്ട് ക്ഷീണിച്ചു പോയി, എന്ത് ചെയ്യാൻ ഗൈസ്. ആഹാരവും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരുപാട് കഴിക്കുന്നുണ്ട്, പിന്നെ എന്താ ശരീരത്തിൽ പിടിക്കാത്ത ഒരു പിടുത്തമില്ല. ചന്ദ്രൻ വേണ്ട, അവ ഇപ്പൊ ഒമേഗൾ ഫുണ്ടാണ്. അതാണ് ഈഗിൾ ബ്രോ. അവന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറയാം, പണ്ടത്തെ ചന്ദ്രൻ ഇങ്ങനെ അല്ലായിരുന്നു. പണ്ടത്തെ ചന്ദ്രൻ ഇച്ചിരി തൊലിവെളുപ്പ് മാത്രമേ ഉള്ളുവായിരുന്നു. ഇപ്പോഴത്തെ ചന്ദ്രൻ അനാവശ്യമായി ഇങ്ങനത്തെ വൃത്തിയിട്ട കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അവൻ്റെ കയ്യില്. അവൻ അതേ വിധിച്ചിട്ടുള്ള. ഒമേഗളിൽ പോട്ടെ, വല്ല കൊലപതി അവന് കിട്ടും. അവൻ ആരെങ്കിലും കൂടെ പോവും ഉടനെ. കീപ് ദാറ്റ് സ്മൈൽ. കിക്സ് മിസ്സായി. കിക്സ് അതെന്താ സാധനം?
അല്ലെ കിക്ക് പറഞ്ഞ ഇത് സൂപ്പർ ചാറ്റ് പോലെ. ആ അങ്ങനെയാണെങ്കിൽ അയ്യോ എടാ 50 കിക്കൊക്കെ താങ്ക് യു സോ മച്ച് IR ജെ ബ്രോ താങ്ക് യു സോ മച്ച് IRJ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 50 കിക്സ് താങ്ക് യു സോ മച്ച് നിബി ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 10 കിക്സ് അയ്യോ ഇഷ്ടം പോലെ കിക്സ് കിക്ക് കുറെ വാരിച്ചാൻ 500 കിക്ക് എന്ന് പറഞ്ഞ ഒരു $5. അപ്പൊ അത് ചോദിക്കാതെ. ഓ അങ്ങനെ ബ്രോ ജിം ബോഡി ഒക്കെ 10 ഡേയ്സ് ജിമ്മിൽ പോയി നമുക്ക് വരും വേണമെന്ന് ഈഗിൾ ബ്രോ അതറിയാലോ ഞാൻ സത്യം പറയാലോ ഞാൻ ഗെയിം കളിക്കാൻ വരുന്നതിന്റെ ഇടയിൽ മീൻസ് ഇപ്പൊ കുറെ നാളെ ബ്രേക്ക് എടുത്തിരുന്നല്ലേ ആ സമയത്ത് ഒരു 7-8 ദിവസം ഇല്ല. ജിമ്മിൽ പോയിട്ട് ആകെ പ്രശ്നമായി കൈയടിപ്പിക്കാൻ പറ്റുന്നില്ല ഷോൾഡറിന്റെ മേലോട്ട് ഇങ്ങനെ മസിൽ ചാടി വരുന്നു ഞാൻ അല്ലളിയാ, പിന്നെ 10 എന്തൊക്കെ ദിവസേ കഷ്ടപ്പെട്ടെന്നറിയാവോ അത് വറ്റിച്ചെടുത്തത് ഉള്ള പെരുകി ഈകളൊക്കെ കയറി വന്നിട്ട് അറിയില്ലല്ലയാ. ഈഗിൾ ആ 10 ദിവസം ആണെങ്കിൽ 8 ദിവസം ജിമ്മിൽ പോയിട്ട് 2 ദിവസം സർജറിക്ക് പോണം, എന്നാലേ അത് വരുവുള്ളൂ എന്റെ അകത്ത്, ആ ഇല്ല വയറിന്. അങ്ങനെ ഈഗിൾ ബ്രോ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 10 ദിവസം പോയിട്ട് വന്ന എനിക്ക് ഈഗിൾ ബ്രോയുടെ ഒക്കെ ഒരു ജെനറ്റിക്സ് വെച്ചിട്ട് ഈഗിൾ ബ്രോ ഒക്കെ 4 അല്ലെങ്കിൽ 5 ദിവസം പോയാൽ തന്നെ ഉരുണ്ട് കയറുകളയാ ചുമ്മാ ആള് വരട്ടെ വീസിലോട്ട് വരട്ടെ നീ പ്രചോദിപ്പിച്ച് വിട് ആ, ഞാൻ അതാണ് ഒരു ഈഗിൾ ബ്രോ വീഡിയോ ഒക്കെ കണ്ടല്ലേ, അവക്ക് ജിമ്മിൽ അത്രേ പോയി ഉള്ളു കിടന്ന് ഉറങ്ങുന്നു, കാലും പൊക്കി ഇരുന്ന് കിടന്ന് ഉറങ്ങുന്നു ജിമ്മില്. ഞാൻ ഒരു മാസം ജിമ്മിൽ പോയപ്പോഴേ അവിടെ കഥവ് വലുതാക്കേണ്ടി വന്നെന്ന് ഓയോ, അത് ചന്തി വലുതായ. സത്യം കഥയൊക്കെ വലുതായി ജട്ടിയുടെ സൈസ് മാറിയില്ല അത് ഇലാസ്റ്റിക് ആയിരുന്നു. അളിയ പക്ഷെ വേറെ കഴിവര ചന്ദ്രൻ ആ ഒറ്റയടിക്കിരുന്ന് മസിലുരുട്ടി കളഞ്ഞ് സഹിക്കാൻ പറ്റില്ല അളിയ എന്തൊക്കെ പറയല്ല അത് മാത്രം സഹിക്കാൻ പറ്റില്ല അളിയ അല്ലെ നീ നാട്ടിൽ വരുമ്പോഴല്ലേ നീ തിരുവനന്തപുരത്ത് ഒരു വീട് എടുക്കും അല്ലെ നമുക്ക് രണ്ടും കൂടെ ജിമ്മിൽ പോവാം അളിയ ഞാനേ എറണാകുളത്തുള്ള സമയത്ത് ഞാനും ഈഗിളും കൂടെ ഒരു ജിമ്മിൽ പോയായിരുന്നു, ആ, ഭയങ്കര രസമായിരുന്നു. എല്ലാ ദിവസം ഫോട്ടോ എടുക്കുമായിരുന്നു, പക്ഷെ ആ. ജിമ്മില് എനിക്ക് ജിമ്മിന്റെ ദിവസം മറ്റേ കണ്ണൻ ചേട്ടന്റെ പണ്ടത്തെ റീലാണ് ഓർമ്മ പറഞ്ഞത് കാക്കനാട്ട് പോകുന്ന വഴി അളിയ അതാണ് അവസാനത്തെ ദിവസം ജിമ്മിൽ പോയ അളിയ അങ്ങേര് ജിമ്മിൽ പോയ ആദ്യത്തെ ദിവസം ഒരു വീഡിയോ എടുത്തിടും, അതെ ഒരാഴ്ച പോലും പോവില്ല പോകില്ല. ഇത്തവണ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞൊരു വീഡിയോ ഇട്ട് അതായിരുന്നു അവസാനത്തെ ദിവസം അതല്ല അതില് പറഞ്ഞ ഡയലോഗ് എന്തരാ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ അല്ല, ഇതെന്തായാലും അതെ എന്നിട്ട് മറ്റേ പിപിയുടെ അടുത്ത് എന്തോ വലിയ ബെറ്റൊക്കെ വെക്കുന്നുണ്ട് അതെ. ബാബു ഒമേഗിൽ കയറി കൈസേ ബ്രോ എനിക്ക് ആരെന്തിനാ അടിച്ചാട്ടി കൂടെ ആണ് പറയുന്നത്. എന്താ പ്രൊജക്ടറൊക്കെ നീങ്ങി പോണ് ലൈവിൽ കൂടെ ഒരുത്ത വന്ന് നിന്നെ നീ കാണുന്നുണ്ടാ നോക്കിയിട്ട് പതുക്കെ എടുത്തോണ്ടങ്ങ് പോയി. ഇല്ല അനിയൻ തന്നെ ലൈവാന്ന് ലൈവാണെന്ന് അറിഞ്ഞില്ല അങ്ങനെ നോക്കി. അല്ല അവ അവിടെ എന്തൊക്കെ എടുത്ത് പണി ചെയ്യുന്നുണ്ട്. ബാബുശ്ശേരി ഒമേഗിൾ ഗൈസ് എനിക്ക് ലൈക്ക് ഒന്നാമത്തെ എനിക്ക് ഈ പ്രൊപ്പോസൽ വരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ലൈക്ക് ലാസ്റ്റ് കയറുമ്പോഴും ഈ ഒരു കുറേ കൊച്ചു പെൺപിള്ളേരൊക്കെ നമ്മളെ പ്രൊപ്പോസ് ചെയ്യും, നമുക്കാണെങ്കിൽ അത് പിടിക്കത്തില്ല, വഴക്ക് പറയേണ്ടി വരും. അപ്പോൾ അത് വെറുതെ ഞാൻ ഒഴിവാക്കുന്നത്, അതുകൊണ്ടാണ് ഒമേഗിൾ ഒഴിവാക്കുന്നത്, ശരിയാവത്തില്ല. മറ്റേ നീ പോയാലോ നിന്നെ ഇപ്പൊ കണ്ടാലും നിന്നെ നീ ഒരു കൊച്ചിന് തന്തയെടുത്ത് നീ പറയത്തില്ല. അളിയ അത് പറയത്തില്ല, അത് അളിയ ഞാൻ സത്യമായിട്ട് അളിയ ഇസക്കുട്ടി കൊണ്ട് ഈ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു സിനിമയ്ക്ക് പോയപ്പോഴത്തേക്ക് രണ്ട് പെൺപിള്ളേർ ഈ തമിഴ് ടച്ചുള്ള 2 പെൺപിള്ളേർ വന്നിട്ട് നമ്മുടെ മറ്റേ ഈ സാധനം മറ്റേ ചാരിറ്റിയുടെ പരിപാടിക്കില്ലേ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് സംസാരിച്ചേട്ടാ. അപ്പോൾ ഇതുപോലെ സംസാരിച്ചപ്പോഴത്തേക്ക് ഇതുപോലെ അവർ നോക്കിയിട്ട് ഓ ചേച്ചിയുടെ കുഞ്ഞാണല്ലേ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞാണെന്ന്. ഓ ഉങ്ങൾക്ക് അവളോ ഏജ് ഇറുക്കാന്ന് നമ്മുടെ കൊഞ്ച് ഏജ് ഇറുക്കത് എന്ത് ചെയ്യാളിയാ. ഇപ്പോഴും കണ്ടാ പറയുന്ന ഇന്നലെ 22 തികഞ്ഞേ ഉള്ളൂന്നേ പറയത്തുള്ളൂ. വൗ നൈസ് സ്ക്രിപ്റ്റ് എടാ ഇതൊക്കെ നടക്കുന്ന കാര്യമാടാ, വേണമെങ്കിൽ വിശ്വസിച്ചായി, നമ്മളെന്ത് പറയാനാ, നമ്പു അത്രേ ഉള്ളു. ഈഗിൾ ബ്രോയും ഞാനും ആയിട്ട് നമ്മൾ രണ്ടുപേരുടെ ഈഗിൾ ബ്രോ പോവുകയാണ്. എന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരുടെയും കൊച്ചുങ്ങളും ഭാര്യമാരുമായിട്ട് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ലൈക്ക് അവർ വന്നിട്ട് എന്താ പറയുക, ഒരാൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളോട് രണ്ടുപേരും എന്താ ചോദിക്കുക, ദോ നിങ്ങളുടെ ചേച്ചിയും പിള്ളേരും അവിടെ നിൽക്കുന്നു, അങ്ങനെയല്ലേ ഈഗിൾ ബ്രോ അടുത്ത് പറയത്തുള്ളൂ, എന്നോടും അങ്ങനെ പറയത്തുള്ളൂ. കാരണം നമ്മളൊക്കെ ഈഗിൾ ബ്രോ നമുക്കൊക്കെ അത്ര ആയിട്ടുള്ളൂ പ്രായം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വാറ്റിനോട് അതൊരിക്കലും ചോദിക്കത്തില്ല. ക്ലിപ്പ് ചെയ്തിട്ട് സെൻഡ് ഇറ്റ് ടു പാച്ചൂസ്. ഈഗിൾ ബ്രോ 100% ചിട്ടേ അതും കൂടെ കൊടുക്കണേ പാച്ചൂസിന് അയക്കുമ്പോ. സോറി ഐ ഹാവ് എ വൈഫ്. ഓ മൈ ഗോഡ്. PR ട്രീറ്റ്. അവിടെ ഒരുമിച്ചിരുന്ന് കണ്ടോണ്ടിരിക്കട്ടാ.
ഇല്ല ഞാൻ എന്റെ കാര്യം പറഞ്ഞത്, ഞാൻ ഈഗിൾബ്രോയുടെ കാര്യം മാത്രമേ പറഞ്ഞത്. ശരിക്കും പറഞ്ഞു ഞാൻ എന്റെ കാര്യം വെറുതെ ഒരു സപ്പോർട്ടിൽ വെച്ചതേ ഉള്ളൂ. നീ നീ ആ മെസ്സേജ് വന്നൊരു ഡിലേ ഉണ്ടാ ചെവിക്കലത്തിലൊരെണ്ണം കിട്ടി. തല തിരിഞ്ഞിരുന്ന് കാണും കേട്ടോ ലൈവ്. ഞാൻ യങ് ബോയ് അതെ. അതെ I'm അതെ അതെ silly. യങ് ബോയ്. ഈ അച്ഛന്മാരായവന്മാരുടെ കൂടെ ഒക്കെ ഇരിക്കേണ്ടി വരും. എന്ത് ചെയ്യാ? മാറ്റേ എന്തായാലും ഒരു ദിവസം നിനക്ക് ആഗ്രഹം വരുമല്ലോ മാറ്റേ. നിനക്കൊരു ദിവസം ആഗ്രഹം വരുമല്ലോ. അതുകൊണ്ടാ ഞാൻ കല്യാണം കഴിക്കാതിരിക്കുന്നു. അത് ശരിയാണ്. ഈഗിൾബ്രോ വിളിക്കും കേട്ടോടാ. എന്തോ സീനായി കേട്ടോടാ. പാച്ചൂസ് തൊട്ട് കേട്ടോടാ. ഹലോ എടാ പാച്ചൂസ് ഗണ്ണും പിടിച്ചോണ്ടിരിക്കോടാ. പാച്ചൂസ് ഒരു ഗണ്ണും പിടിച്ചോണ്ട് ഫ്രണ്ട് ഈഗിൾ ബ്രോയെ കോൾ എടുത്ത് വീഡിയോ കോൾ എടുത്ത് 1 സെക്കൻഡ് കഴിഞ്ഞപ്പോ കട്ട് ചെയ്ത്. പാച്ചൂസ് പോട്ട് ധർമ്മനും ഇരിക്കുവാ ഇങ്ങനെ. ധർമ്മനും ഉണ്ട് സൈഡില്. ഞാൻ അതല്ലേ നോക്കുന്ന, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഈഗിൾ ബ്രോ, അങ്ങനെ മെസ്സേജ് ഇടാൻ വഴിയില്ലല്ലോ എന്ന്. ഇപ്പൊ ഓക്കെയാണ് ഈഗിൾ ബ്രോ. അത് ഞാനത് എന്റെ കാര്യം മാത്രം പറഞ്ഞത്, ഞാൻ വേറെ ആരെയും ഉദ്ദേശിച്ചിട്ടില്ല. അത് എവിടെ ഒരു നീല കളർ തുപ്പാക്കി. ഞാൻ പറഞ്ഞു നീ കവളത്തൊരു വീക്കം കണ്ടായിരുന്ന? ഇല്ല ആളെ കണ്ണാടി ഒന്നും വെച്ചിട്ടില്ല പക്ഷെ. അയ്യോ അയ്യോ ഗയ്സ് 1K വാച്ചിങ് ലൈക്ക് അടിക്കാൻ പറ്റില്ല. സോറി എവിടെയോ പെട്ടെന്ന് ഫോളോ അടിക്കുക ഗയ്സ്. ഫോളോ അടിക്കുക. കണ്ണാടിയൊക്കെ അടിച്ച് കളഞ്ഞു. എന്തോ ആള് കിടക്കുക, വിളിച്ചപ്പോ ആള് കിടക്കുക. സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് വീഡിയോ കോൾ വിളിച്ചു ഒരു മിന്നായം പോലെ കാണിച്ചു കട്ട് ചെയ്തു. 40K ആയോ? പിന്നല്ല 40K ഫോളോവേഴ്സ്. ഒരാഴ്ച കണ്ടിന്യൂസ് ലൈവ് വരെ എനിക്ക് 50K ഫോളോവേഴ്സ് ആക്കി തടക്കട്ടെ നിങ്ങള്. എല്ലാ അക്കൗണ്ടിൽ നിന്നും ഫോളോ ചെയ്യണം. കിടത്തി. അയ്യോ കിക്കിന്റെ ലോഗോ വയ്ക്കണോ പറ്റേ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഓക്കെ 39K ഫോളോ എങ്ങനെ ബ്രോ? എനിക്ക് പണ്ട് കിക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് കിക്കിൽ ലൈവ് ചെയ്യുമായിരുന്നല്ലോ, പിന്നീട് ബ്രേക്ക് എടുത്ത് വന്നല്ലേ. അലോക് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 10 കിക്ക് ഹൈപ്പ്. ഓ അങ്ങനെയാണ് അപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് വശം. അപ്പൊ ഇന്നലെ ഈഗിൾ ബ്രോയെ കൊണ്ട് പട്ടിപ്പണി എടുപ്പിച്ചല്ലേ? ആ അതാകുമ്പം നിന്റെ എന്തെങ്കിലും ക്ലിപ്പായി പോവുകയാണെങ്കിൽ ആൾക്കാർ അപ്പൊ അവര് കാണും കിക്കിലാണ് അപ്പൊ ലൈവ്. ഓ അത് ശരിയാ. എടാ ആരൊക്കെ അയച്ചടാ? രാരി ചഞ്ച് JR ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 50 കിക്സ്. വെട്രി ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 50 കിക്സ്. ബാലിന്റെ വീഡിയോ എടാ ബാലൻ വീണ്ടും വീഡിയോ ഇറക്കോ? അല്ലെ ഞാൻ പറയട്ടെ, ഞാൻ കഴിഞ്ഞ 2 തവണ ബ്രേക്ക് എടുത്തിട്ട് ഇടയ്ക്ക് 2 പ്രാവശ്യം ലൈവ് ഇട്ടപ്പോഴും ഞാൻ സമയം പോകാൻ വേണ്ടി എന്ത് ചെയ്യുന്ന ആലോചിച്ചോണ്ടിരുന്നപ്പോ ബാലൻ വീഡിയോ ഇട്ടു, ബാലിന്റെ വീഡിയോ ഉണ്ട്, ലൈവ് ചെയ്തു. ഓ അങ്ങനെ ആരുമില്ലേ ഇപ്പൊ? ആരും വീഡിയോ ബാല മാത്രമേ ഉള്ളൂ. അവന്റെ മാത്രമേ കണ്ടന്റ് ഉള്ളൂ എന്ന് പറയാളിയാ. അതാ ശരിയാണ്. ആവശ്യം 18+ ഉണ്ടല്ലോ, ആരും ഇറക്കുന്നില്ല. അല്ല സിനിമാറ്റിക്സ് ഇറക്കുന്ന ഒരുത്തൻ ഇപ്പൊ വല്ലോളം പുറകെ നടക്കുന്നതായിരിക്കും. അപ്പൊ ഊഹിച്ചാ മതി അതൊക്കെ. ബാലൻ ജോക്കി വീഡിയോ ഓക്കെ കാണാം അത് കാണാം. പക്ഷെ നമ്മള് RDRല് നമുക്കൊരു വലിയ ഒരു വിപ്ലവം തന്നെ കൊണ്ടുവരണം അടിയാ. ഞാൻ ആഗ്രഹിച്ച ഒരു സംഭവം കേട്ടാ RDRല്. ഇന്നലെ വിപ്ലവം കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് ഞാൻ ഈഗിളെ കൊണ്ട് പോയത്. പിന്നെ ആള് പണിയെടുത്തിട്ട് ഇപ്പൊ നീ വിപ്ലവം കൊണ്ടുവരും. നിനക്ക് വേറെ എന്തൊക്കെ വഴിയുണ്ട്? ഈഗിൾ ബ്രോ ജോലി ചെയ്യിപ്പിച്ചിട്ട് ആളെ ഒരു ലീഡറാക്കി ഇരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരെ ഉപദേശിച്ചും മോട്ടിവേഷൻ കൊടുത്തും ചിലപ്പോൾ വിപ്ലവം കൊണ്ടുവരാം. അല്ലാതെ ആള് പണിയെടുത്തിട്ട് വിപ്ലവം കൊണ്ടുവരുന്നത് അതിനല്ല. നമ്മൾ കുറെ പേരുണ്ടല്ലോ അളിയാ, നമുക്ക് പണിയെടുക്കാം. ആള് വന്നിട്ട് ഇത് തരട്ടെ, എന്താ പറയാ, മോട്ടിവേഷൻ തരട്ടെ. നമ്മളെ പിള്ളേരെല്ലാം എപ്പോഴും ആ പബ്ബില മനസ്സിലായത്. അതുകൊണ്ട് എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, എന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും എങ്കിൽ ഞാൻ ഇപ്പൊ കയറും. ഈ സെക്കൻഡ് ഈ നിമിഷം ഞാൻ കയറാൻ റെഡിയാണ്. ലൈവ് സ്ക്രീനിൽ 18+ വേണ്ടേ? അതെവിടെന്നാ 18+ ഇടുന്നയാടെയാ? അല്ല അങ്ങനെ അത് തുടക്കം കാണിച്ചാൽ മതി. ആണോ? ഇത് ഇടുന്ന സാധനം അല്ലേ? ഇതിൽ ഇവിടെ ഇടണ്ടേ? എന്ത് വാടാ ഇവിടെ? എന്ത് പരിപാടി? അവിടെ ഇങ്ങോട്ട് വന്ന് കളിയ എന്നെ ആണെങ്കിൽ അവന്മാര് പിടിച്ചിട്ട് വാലറന്റ് കയറ്റി.
ഗൈസ് എന്തോ? അപ്പൊ നമ്മള് പറഞ്ഞ പോലെ ഈ വരുന്ന ഡിസംബറിൽ ശരത്തേട്ടന്റെ മാംഗല്യം മാംഗല്യം തന്നനാനാനാ. അളിയാ അളിയാ ബാബു സ്റ്റോപ്പ്. ബാബു ഇഫ് ഐ സേ ടു സ്റ്റോപ്പ് യു ജസ്റ്റ് സ്റ്റോപ്പ് ആള് ആർ ഡി അറിയുന്ന വെളി ഇറങ്ങിയിട്ടില്ല ഇപ്പോഴും. ഇനി ഉച്ചക്ക് വാലറന്റ് കിട്ടാലേ രക്ഷയുള്ളൂ. ഓക്കെ ഇതെന്തിനാ വീണ്ടും വാലറന്റ് കൊടുത്തേക്കുന്നത്? ശരത്തേട്ടാ ഞാന് അല്ല വേണ്ട നമ്മള് ചോദിച്ചത് ചിലപ്പോ ശരത്തേട്ടൻ ഇഷ്ടപ്പെട്ടില്ല. പറടാ, ചോദിക്ക്. ഇല്ല ഏട്ടാ ഇല്ല നേരെ നമ്മള് ചോദിക്ക്. സംസാരിച്ച ഡിസംബറിനെ പറ്റിയാ ചോദിക്കണോ? സിസോണിനെ പറ്റി ചോദിക്കണ്ട. അത്രേ ഉള്ളൂ. നോട്ട് ഇൻട്രസ്റ്റഡ്. ഓക്കെ ശരത്തേട്ടൻ പോയിട്ട് എനിക്ക് ഇതിനെ പറ്റി സംസാരിക്കാവോ? ശരതനം പോയിട്ട് സംസാരിക്കാം. എന്റെ കാര്യത്തെ കുറിച്ച് നീ സംസാരിക്കേണ്ട ആവശ്യം എന്താ? ഞങ്ങള് നോണ പറയും. ടോക്ക് അബൌട്ട് മീ. ഇല്ല ഒന്നുമില്ല നമ്മള് നോണ പറഞ്ഞോളാം. നിന്നെ കണ്ടിട്ടുണ്ടല്ലോ, നിന്നെ കണ്ടിട്ട് ഹോംലെസ് ആയിട്ടിരിക്കുന്നടാ. നിനക്ക് എന്ത് വേണം? മുടിയൊക്കെ വെട്ടിക്കൂടാ നിന്നെ. ചേട്ടാ ഹോംലെസ് അല്ല ഏട്ടാ, മൊത്തത്തില് ഹോംലെസ് എന്നെയാണ് ഏട്ടാ. അങ്ങനെ ഇരിക്കുന്നല്ല ഞാൻ ദാ വീട്ടിലൊക്കെ വരുന്നത് ഈ ഒരു സമയമൊക്കെയാ. വീട്ടിന്റെ അകത്തല്ലേ ഇരിക്കുന്നേ, അത് കാണാൻ വയ്യ. കണ്ണുപൊട്ടൻ. ചേർത്തേട്ടാ വല്ലപ്പോഴൊക്കെ വീട്ടിൽ അങ്ങനെ എന്താ പറയാ വല്ലപ്പോഴൊക്കെ വീട്ടിൽ വരുന്നേ, താടി വളർന്നു, മുടി വളർന്നു, ഇതേതാ ആഹാരം കഴിക്കാതെ ഞാൻ ക്ഷീണിച്ചൊക്കെ പോയേട്ടാ. എന്ത് ചെയ്യാൻ, നമ്മൾ കഴിച്ച കുടിച്ചോ എന്താ നോക്കിയാ ക്ഷീണിച്ചു പോയി നോക്കിയതാ. ഇങ്ങനെ തന്നെ ആയിരുന്നോ ഞാൻ? നീയേ ജോക്കിയുടെ ക്യാം ഒന്ന് നോക്കിയാ ഹോം പ്ലസ് ചെക്ക് ഉടുപ്പൊക്കെ ഇട്ട് സ്കൂൾ യൂണിഫോം ഇരിക്കുന്നാടാ. ശരത്തേടന് നമ്മളവിടെ ഇവിടെ കണ്ണാപ്പിയുടെ വീട് വരെ പോയത് വലിയ കിടിലായിരുന്നു കേട്ടോ. ശരത്തേടന് ഏകദേശം എനിക്കൊന്ന് ഒരു 10 കിലോമീറ്റർ കൂടുമ്പോൾ പറയാം ഞാൻ ഇവിടെ ഇറങ്ങുക തിരിച്ചു പോവാ, ഇത് തന്നെയായിരുന്നു. സീരിയസ്ലി ഒരു കാര്യം പറയട്ടെ, ഞാനത് പറയാൻ കാരണമുണ്ട്. 2 മണിക്കൂർ വീട്ടിൽ നിന്ന് ഇറങ്ങി 1.5 മണിക്കൂർ ബാബുവിന് തിന്നാൻ. ശരത്തെ തിന്നുന്ന കേസ് പറയില്ലേ, നമുക്ക് ഇതുവരെ കഴിക്കാത്തൊരു വെറൈറ്റി ഫുഡ് ഞാൻ വാങ്ങി തന്നോ? ആണോ? അത് ഇന്നും കൂടി ഇരുന്ന് പറഞ്ഞുള്ളൂ അളിയാ, കിടിലം ഫുഡായിരുന്നു അളിയാ. നമ്മുടെ ഗ്രിൽബേല അഫ്ഗാനി റൈസും ഷവായും. വെറൈറ്റി പറഞ്ഞത് അളിയ അങ്ങനെയല്ല, നീ വിചാരിക്കുന്ന പോലെയല്ല, കിടിലം വെറൈറ്റി ആ സാധനം. അടിപൊളി ടേസ്റ്റ്. നമുക്ക് മന്തിയൊക്കെ കഴിച്ച് മടുത്ത് വെറുത്തിരിക്കുന്നവർക്ക്, അതായത് മന്തി അങ്ങനെ വെറുക്കത്തില്ല മടുക്കത്തില്ല, അത് വേറൊരു സത്യം. പക്ഷെ എന്നാലും അങ്ങനെ ഉള്ളപ്പോ ഒരു ട്വിസ്റ്റിന് വേണ്ടിയിട്ട് അത് നിങ്ങൾ ശരിക്കും ഒതന്റിക് ആയിട്ടുള്ള മന്തി കഴിക്കാത്തത് കൊണ്ട് കേട്ടോ. ഒതന്റിക് ആയിട്ട് മന്തി കഴിക്കുന്നവർക്ക് അത് മടുക്കത്തില്ല. എല്ലാം കഴിച്ചിട്ടുണ്ട്. നീ കഴിച്ചത് ഇവൻ മാത്രമേ മന്തിയും കഴിച്ചിട്ടുള്ളൂ. നമ്മൾ കഴിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കലും നല്ല മന്തി കഴിക്കുന്നവർ ഒരിക്കലും അടുത്തെന്ന് പറയത്തില്ല കേട്ടോ. എന്റെ മനസ്സിൽ തട്ടി പറയാ ഒരിക്കലും. എല്ലാവരുടെയും ഒരു ഇതല്ലല്ലോ. എന്നാലും അതെ, ടേസ്റ്റ് ബഡ്സ് ഒന്നായിരിക്കില്ല, പക്ഷെ കഴിക്കുന്ന ഹോട്ടൽ ചിലപ്പോൾ. അപ്പൊ ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല ഗ്രിൽബേല അഫ്ഗാനി റൈസ് ഷവായി? വേറൊരു കാര്യം പറഞ്ഞതാ എന്റെ പൊന്ന് ബാബു, നിനക്ക് വല്ല തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? ഇപ്പൊ നമുക്ക് ഓളോട്ടൊക്കെ തോന്നും. ഗൈസ് നിങ്ങൾ പറ. ആൽവേസ് മന്തി. കോഴി ബിസിനസ് കൂടുതൽ മന്തി കിട്ടുന്നോണ്ട് മന്തി ഇഷ്ടമാണോ? അത് സത്യം, ഞാനും ബിരിയാണിയിലാ പറ. അതത്രേ ഉള്ളൂ. ബിരിയാണിയാണ് എനിക്ക്. കോഴി ഓണർ ആയോട്ടാണ് പ്രൊമോട്ടിങ് മന്തി. പോടാ, പിന്നെ ഞാൻ ഇന്ന് പ്രൊമോട്ട് ചെയ്യുന്ന പറഞ്ഞ നാളെ പോവല്ലേ എല്ലാം കൂടെ. ഒതന്റിക് മന്തി നിന്റെ കടയിൽ നിന്ന് വാങ്ങിച്ച കോഴി കൊണ്ടുണ്ടാക്കിയ എടാ എന്റെ കടയിൽ നിന്നല്ല, ഞാൻ കൊണ്ടുപോകാം. പക്ഷെ എന്ത് ചെയ്യാൻ, ഞാൻ കൊണ്ടുപോകുന്ന എല്ലാ കടയിലും എന്റെ കോഴിയായ. പക്ഷെ അങ്ങനെയല്ല, നമ്മള് എന്ത് ചെയ്യാൻ കൊടുത്തു വന്നപ്പോ നമ്മളെ ചിക്കന്റെ ക്വാളിറ്റി കാരണം അവരുടെ മന്തിയും ബെറ്റർ ആവാൻ തുടങ്ങി. അത് എന്ത് ചെയ്യാൻ പറ്റും. ഗോകു അച്ചാർ ലവറാണ്, അതൊക്കെ അത്രേ ഉള്ളു. മന്തി ഇസ്ലാവ് അത്രേ ഉള്ളു കേസ്. അത് എല്ലാവർക്കും അത് മനസ്സിലാവത്തില്ല കേസ്. മന്തി ഇസ്ലാവ് ഏതാ വേണ്ടത് അത് പറഞ്ഞത്? അജയ് 300 രൂപയല്ലോ ഗൈസ്. ഞാൻ ഇന്ന് ഇപ്പൊ 2 ദിവസമായിട്ട് കാണും കേട്ടോ, കിലോയ്ക്ക് 300 രൂപ കോഴിക്ക്. ഗൈസ് ചുമ്മായാണ്. ഇവിടെ കോഴിക്കൊക്കെ വില കഴിഞ്ഞ ഒരു 10 ദിവസത്തിനിടയിൽ കോഴിക്കൊക്കെ 10-30 രൂപ കുറഞ്ഞിട്ട് ഇപ്പോൾ 1 കിലോ മീറ്റിനൊക്കെ 200 220 അങ്ങനെ എന്തൊക്കെ റേറ്റ് ഉള്ളൂ. ഇതൊക്കെ ചുമ്മായാണ് കിലോ 300 എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ എവിടെയാണെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഓൾറെഡി ഇപ്പം ലൈക്ക് ചിക്കൻ സെയിൽസ് ഒക്കെ ലൈക്ക് ഈ മന്ത് പൊതുവെ എപ്പോഴും ചിക്കന് റേറ്റ് കുറവുള്ള മന്താണ് ഇത്. ലൈക്ക് ഈ കർക്കിടക മാസം എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും മീറ്റിന് റേറ്റ് കുറയുന്ന മാസമാണ്. കാരണം അത് ഒരുപാട് സ്ഥലങ്ങളിൽ സെയിൽസ് കുറവും, പിന്നെ എല്ലായിടത്തും സ്റ്റോക്ക് ഉണ്ടാവും. കാരണം ഇത് കഴിഞ്ഞിട്ട് വരുന്ന നമ്മുടെ എന്ത് പറയാനാ, ഈ കർക്കിടകം ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത് ചിങ്ങന്തോ അല്ലേ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്കുള്ള സ്റ്റോക്കൊക്കെ ഇട്ട് വരുന്നതുകൊണ്ട് ഇപ്പോൾ റേറ്റ് സാധാരണ കുറവാണ്, പൊതുവെ കുറവാണ്. ഇവിടെ ഇപ്പൊ 270 ആണ്. ഓക്കെ
ഗൈസ് ഇപ്പോ നിങ്ങൾക്ക് ഈ റേറ്റ് ഒന്നും ഒരു പ്രശ്നമാക്കണ്ട. നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള മീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒരു മീറ്റ് ബ്രാൻഡ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അത് ഉടനെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം അല്ലേ മാറ്റേ അല്ലെ എന്റെ അൺസ്കിപ്പബിൾ ആടാണ് മാറ്റേ എന്റെ ബ്രാൻഡിനെ നീ പ്രൊമോട്ട് ചെയ്യണേ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക മറ്റേ 30 സെക്കൻഡ് കഴിയുമ്പോ സ്കിപ്പ് ആഡ് വരുമല്ലോ വരുന്നില്ല. അളിയ ഇത് ആമസോൺ പ്രീമിയം ഇതിൽ 3 സ്കിപ്പബിൾ ആഡ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പ്ലേ ആവത്തുള്ളൂ ബാക്കി നോക്കിയിരിക്കുക. ഫ്രീ പ്രൊമോഷൻ അല്ലേ വേറെ ആരും പ്രൊമോട്ട് ചെയ്ത എന്റെ ഞാൻ തന്നെ പ്രൊമോട്ട് ചെയ്തിട്ടാ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവ ലൈവ് അജ്മൽ മീറ്റ് ഒന്നും അല്ല. അജ്മൽ മീറ്റ് എന്നൊക്കെ പറയണ വൃത്തികേടാ വേറെ. ഇപ്പൊ ലൈവ് വന്നതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എടാ പോടാ പ്രൊമോഷൻ ചെയ്യാനാണെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഒരെണ്ണം ഇട്ട് കൊടുത്ത എന്റെ പിള്ളേർ വരുവാടാ എന്റെ മീറ്റ് പ്രൊമോട്ട് ചെയ്യാൻ. എന്റെ ബാല എന്റെ മീറ്റ് മതിയോ നിനക്ക്? നീ കൊറേ നേരം എന്റെ മീറ്റ് തൂക്കി കിടക്കുവാണല്ലോ. നീ ആണെങ്കിൽ ഞാൻ കഴുകാതെ തരും കേട്ടോ. അല്ല കോഴി ബ്ലഡോട് കൂടിയുള്ള കോഴി മനസ്സിലായില്ലേ? ആള് കുറേ നേരം ഞാൻ സ്കിപ്പ് അടിക്കുക അവനെ ഞാൻ സ്കിപ്പ് അടിക്കുക അവ എന്റെ അടുത്ത് വീണ്ടും ചോദിക്കുക മീറ്റിനെ പറ്റി. എടാ അങ്ങനെ അല്ലടാ ചിലർക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ലുലു പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മീറ്റ് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ബ്ലഡ് സ്പോർട്സ് അങ്ങനെ ബ്ലഡിൻ്റെ സ്പോട്ടിങ് ഒക്കെ ഉണ്ടാവും. ലൈക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് അല്ലെങ്കിൽ എന്താ പറയാൻ ആ ഒരു പ്രീമിയം ഫീൽ തോന്നിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാട്ടർ ടച്ച് ചെയ്യാത്ത രീതിയിലുള്ളതാണ്. ചിലയിടത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഭയങ്കര വൈറ്റ് കളർ ആയിരിക്കും. അതൊക്കെ ലൈക്ക് കഴുകി വൃത്തിയാക്കി അതാണ് ലൈക്ക് ഇതൊക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളെല്ലാം ഡബിൾ മൈൻഡിൽ വൃത്തികേടായിട്ട് ചിന്തിക്കാതെ നമുക്ക് മനുഷ്യർക്കൊന്നും പറയണ്ടേ ഇവിടെ. ദാദു കച്ചേരി ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 100. ഫ്രഷ് ആണെന്ന് ഫീൽ ചെയ്യണം അങ്ങനെയല്ല ലൈക്ക് ബ്ലഡ് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് ഇന്നലെയോ ഇരിക്കുന്നതാണോ ഇന്ന് ഇരിക്കുന്നതാണോ എന്നൊക്കെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ളത്. അങ്ങനെ പല ടൈപ്പിൽ ആൾക്കാർ പല രീതിയിൽ ചെയ്യും. ചിലർക്ക് ഇപ്പോൾ കുറേ നാളായിട്ട് ആൾക്കാർ ഇത് കഴുകാൻ പാടില്ല ലൈക്ക് അതിൻ്റെ ടേസ്റ്റ് പോകുമെന്നും പറഞ്ഞ് കുറേ പേര് വരുന്നുണ്ട്. പിന്നെ വേറൊരു കേസ് കഴുകുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. വീട്ടിൽ വെച്ച് ശരിക്കും മീറ്റ് കഴുകാൻ പാടില്ലെന്നാണ് അതിൻ്റെ ഒരു നമ്മളെ ടോപ്പിക്ക് മാറിപ്പോയി. ഞാൻ ടോപ്പിക്ക് മാറിപ്പോയി. അളിയാ സോറി RDR Red Dead Redemption 2 RDR കുതിര കഴുത പൈസ ഡോളർ കമോൺ ഓക്കെ. കുതിര കൊളമ്പടി സൗണ്ട് ഉള്ള കുതിര ഓക്കെ. സോറി ഒരു നിമിഷം ഞാൻ വേറെ എങ്ങോട്ടൊക്കെ ഞാൻ കയറി പോയി. നമുക്ക് ഇതിനെപ്പറ്റി താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് പിന്നീട് വേറൊരു ക്ലാസ് അറേഞ്ച് ചെയ്യാം കേട്ടോ. അറിയാതെ എന്ത് ചെയ്യാൻ ഇപ്പൊ കുറെ നാളായിട്ട് നിങ്ങളുമായിട്ടൊന്നും ബന്ധമില്ലല്ലോ ഗൈസ്. ഞാൻ ഇതുങ്ങളുമായിട്ട് സഹകരിച്ച് ഞാൻ കുറെ അതിന്റെ കാര്യങ്ങളിലോട്ടായി പോയി. ഇപ്പൊ ഇടയ്ക്കിങ്ങനെ എഡിറ്റ് രാവിലെ ഉറക്കണിക്കുമ്പോഴത്തെ ഏമ്പൊക്കെ ഒന്നല്ല വരുന്നത്. ഇതൊക്കെ ശീലങ്ങളുടെ ഭാഗമായി. ഇടയ്ക്ക് കോഴിത്തീറ്റ മണത്ത് വെക്കും ഇങ്ങനെ. അതിന്റെ അല്ല കോഴിത്തീറ്റ കാട്ട ഞാൻ പൊതിഞ്ഞോണ്ട് വരുവേ ബാല. ചോറ് കൊത്തിട്ടാ പോടാ കഴിവേറി. വെള്ളാക്കിട്ട് ഇങ്ങനെ കഴുത്ത് വെക്കാറുണ്ടോ? ഇടയ്ക്ക് ഇങ്ങനെ കഴിച്ചു. ഇപ്പൊ കുറെ നാളായിട്ട് ഇനിയിപ്പോ കുറച്ച് ദിവസം എടുക്കൂട്ടെ. ഞാൻ പറഞ്ഞില്ല ആസ് എ ഗെയിമർ ആവണം. ഞാൻ തിരിച്ചൊരു ഗെയിമറിലേക്ക് എത്താൻ ഒരു അല്പ സമയം എടുക്കും എനിക്ക്. നിങ്ങൾ ദയവേത് എന്റെ അടുത്ത് കോഴിയെപ്പറ്റി ചോദിക്കല്ലേ. കോഴി ജീവിതം ബാക്ക് ടു ആടി ജീവിതം കമോൺ. പക്ഷേ ഇതിൽ കൂടെ തന്നെ ഞാനൊരു വരവ് വരും കൈസ്. ഇത് എന്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആണ്. അല്ലെ നമ്മള് ടോപ്പിക്ക് മാറി നമ്മൾ RDR ആണ് കളിക്കാൻ പോകുന്നത്. അല്ലെ നീ എന്തെങ്കിലും ഒരു ടോപ്പിക് ഇട്ടോ അല്ലേ? ഞാനേ അതിൽ നിന്ന് എനിക്ക് വഴുതി വരാൻ തോന്നുന്നില്ല. എനിക്ക് ഒരുപാട് സംസാരിക്കാൻ വേണ്ടി എന്റെ തലയിൽ ഇപ്പൊ പലതരം അറിയാം. രാവിലെ തൊട്ട് രാത്രി വരെയും ഈ ബിസിനസിന് പുറകെ നടന്നിട്ട് ഇങ്ങനെ തന്നെയാണ്. ഇത് എന്റെ കണ്ണ് മങ്ങിയിരിക്കുന്നടാ. ബ്ലറായടാ കണ്ണ്. ഓക്കെ ക്യാമറയാണോ? ഓപ്പണിന് വന്നപ്പോഴും എന്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ള കോഴിയുടെ കാര്യമാണ്. ഞാൻ ഈ ലൈവ് ഇട്ടതിന്റെ പേരിലല്ല കേസ്. ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ഇതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. എനിക്ക് വേറെ ഇതിനെ പറ്റി സംസാരിക്കാൻ കഴിയുന്നില്ല. ടർക്കിയും തുർക്കിയും ഒന്നുമില്ല. ഞാൻ നിർത്തി കച്ചവടം നിർത്തിയാണ. വീണ്ടും മട്ടനും കൊണ്ട് വന്നിരിക്കാണ്. എടാ പോടാ ടർക്കി. ഫാർമർ ബാലൻ കോഴി ഫാർമർ ബാലൻ ബാബു നിന്തറാ.
അതൊക്കെ ഓറ വല്ല ഫാർമർ എന്ന് പറയുമ്പോഴേ ബാബുസാറിന്റെ പേര് എഴുതി കാണിക്കുന്നു ഉദ്ദേശിച്ചവര്. ബാലൻ പക്ഷെ കൊറേ നേടിയട്ടാ. ബാലന് ഇടയ്ക്ക് നമുക്ക് ബാലന്റെ ഓറ മിസ് ചെയ്യുമ്പോ ബാലൻ എന്ത് ചെയ്തറിയോ, ബാലൻ ഒരു ബ്രേക്ക് എടുക്കും, എന്നിട്ട് ബാലൻ വെളിയിരുന്ന് മെസ്സേജ് ഇടും, അപ്പൊ തീയിടും പിള്ളേര്. ബാബുസേട്ട് ഇപ്പോഴും ബ്രേക്കില്ല. ഞാനാ ഇപ്പൊ ലൈവ് ആരാ നോക്കണേ, നാളെ തൊട്ടേ ബ്രേക്ക് ഉള്ളൂ. ബാബു ഓ സത്യം പറഞ്ഞത് ബാലന്റെ പേരാണ് ആദ്യം കാണിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മളത് പറയണം, അതിന് വേണ്ടിട്ടാണ് ബാല അങ്ങനെ ബാല നീ തന്നെയാണ് ഓറോ മേക്കർ, നീയാണ് ഒരേ ഒരു കണ്ടന്റ് കിങ്. അതെനിക്ക് മാറ്റി പറയാൻ പറ്റത്തില്ല കേട്ടോ, സോറി. അതത്രേ ഉള്ളു ബാല, അത്രേ ഉള്ളു. കോഴിയായാലും ഓറയായാലും നമ്മൾ തന്നെയാണേ, അത് മതി. പക്ഷെ എന്നാലും നീ എന്റെ പിൻഗാമി നിനക്ക് ഞാൻ നിനക്ക് കുറച്ച് ഓറ തരും. നീ കോഴിനെ എനിക്ക് ഓക്കെ ഗൈസ്, നമുക്ക് ആ ടോപ്പിക്ക് വിടാം. 916 ഇതിലും പേര് എന്റെ കോഴി തീട്ടോട്ടോ. ഇനി ഇച്ചിരി കൂട്ടിയ ചേട്ടൻ സൗണ്ട് കേക്കട്ടെ ആര്യൊരു. ഞാൻ വിട്ടുന്നില്ലല്ലോ. നീ ഒരു കാര്യം ശ്രദ്ധിച്ചളിയാ, പറയളിയാ, രക്ഷിക്കാൻ വേണ്ടിട്ടാ നേരത്തെ ഒരു വീഡിയോ കോൾ വന്നത്. നീ പിന്നെ മൈൻഡ് ചെയ്യാത്തപ്പോഴേ ആളെ കണ്ടിട്ടില്ല, എന്തോ പറ്റിയിട്ടുണ്ടട്ടാ. ആടാ ശരിയാണ്, ഈഗിൾ ബ്രോ പോയായിരുന്നോ? എടാ ഒന്ന് അന്വേഷിച്ചേക്കണടാ, ഇത് കഴിഞ്ഞ ലൈവ് കഴിഞ്ഞിട്ട് അന്വേഷിച്ചാ മതി, ധൃതി വെച്ച് ഇപ്പൊ അന്വേഷിക്കണ്ടായിരുന്നു. സമയം കൊടുക്ക്, പാച്ചൂസിന് കുറച്ച് സമയം കൊടുക്ക്. അയ്യോ അയ്യോ. എടാ ആരാടാ ടൈം ഔട്ട് കൊടുത്ത? എടാ വൻ സീനുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ? ബാബുശേട്ട് ജിമ്മിൽ പോണവർക്ക് വേണ്ടി. എടാ ടോപ്പിക് വിട്ട് കോഴി ടോപ്പിക് വിട്ട മാത്രമായിട്ട് കിട്ടുമോ? എടാ ബാല വേണ്ട, ബാല വാറ്റേ എനിക്കിനി അതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കാനുണ്ട്, നീ അതിലോട്ട് എന്നെ കൊണ്ടെത്തിക്കല്ലേ. എടാ അതിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാൻ ഉണ്ടളിയാ. ചെയ്താലോ, ഞാൻ ഇവിടെ നോക്കിക്കോളാം. അളിയാ നീ നാട്ടിൽ വരുന്നെന്ന് പറഞ്ഞിട്ട് ചിക്കൻ വീട്ടിൽ വെച്ച് കഴുകല്ലെന്ന് പറയുന്നത് എന്തുകൊണ്ട്? എടാ അതില് സാൽമോണല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, അതിപ്പോ നമ്മൾ എത്രയൊക്കെ മാക്സിമം ചെയ്താലും അതിന്റെ ഒരു ഇത് ചിലപ്പോൾ അതായത് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ലൈക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്ത് ക്വാറന്റൈൻ ചെയ്ത് കഴുകുന്നതാണ് ബെറ്റർ. ഇനി ഇതിനെപ്പറ്റി ചോദിക്കില്ല, ഞാൻ പറയില്ല. നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുന്ന റിസർച്ച് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ കണ്ടുപിടിച്ച കുറെ കാര്യങ്ങളാണേ. എന്തെങ്കിലും ഗെയിം കയറാ വാറ്റാളിയാ, നീ ഉണ്ടെങ്കിൽ ഫ്രീ ആണെങ്കിൽ വാ, നമുക്ക് ഇച്ചിരി നേരം RDR കയറാം. നിനക്ക് പൈസ ഉണ്ട്? ഒരു $200. RDR-ലുണ്ട് കോഴി വെട്ടല്, മുട്ട വറക്കല്. എടാ ഉണ്ടോ? അല്ലല്ല അത് വേണ്ട. ഞാൻ ആ ടോപ്പിക്കിൽ ഒന്ന് മാറിക്കോട്ടാ വാലാ. ഫൺ ഗെയിം കളിക്കും, നമുക്ക് RDR ഫണ്ണായിട്ട് കളിക്കാം ഗൈസ്. RDR ഈസി, ഭയങ്കര ഫണ്ണാണ്. എന്താ എക്സൈറ്റ്മെന്റ് ഇത്. അങ്ങനെ